വ്യൂവേഴ്സ്, ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി നമ്മുടെ സുധിയുടെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു. അങ്ങനെ രണ്ട് വിരലിന് ഫ്രാക്ചർ ആയിട്ട് സുധിയാണെങ്കിൽ വീട്ടിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുക. ചന്ദ്രമതിക്കാണെങ്കിലോ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലോ പറഞ്ഞു, എടാ സച്ചി, നിനക്ക് അല്പമെങ്കിലും ഒരു മര്യാദയുണ്ടോ? ഇവൻ നിന്റെ ചേട്ടനാണ് എന്നുള്ള ഒരു ചിന്ത നിനക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ ചേട്ടനാണ് ഇവനെങ്കിൽ ഇവൻ ആ രീതിയിൽ എന്നോട് പെരുമാറണം. എൻ്റെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലേ ഞാൻ ചുമ്മാതിരിക്കില്ല എന്ന് സച്ചി മറുപടി പറയുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലോ ശ്രുതിക്ക് ശരിക്കും അങ്ങ് കലി വന്നു. ശ്രുതി പറഞ്ഞു, നിനക്ക് അല്പം പോലും മര്യാദയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നീ ഒരു കുടികാരൻ മാത്രമാണെന്നാണ്. പക്ഷെ എനിക്കിപ്പം മനസ്സിലായി, നീ കുടികാരൻ മാത്രമല്ല, നീ ഒരു റൗഡിയും കൂടെയാണെന്ന്. എന്തായാലും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എൻ്റെ ഭർത്താവിനെ എങ്ങാനും ഇനി നീ എന്തെങ്കിലും പറഞ്ഞ് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഈ ശ്രുതി ആരാണെന്ന് നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് സച്ചി ഒരു കുടികാരനാണെന്നും റൗഡിയാണെന്നും ഒക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി അതൊക്കെ കേട്ട് ചുമ്മാതിരിക്കില്ലല്ലോ. അങ്ങനെ അവൾ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. രേവതി പറഞ്ഞു, അതെ ശ്രുതി, എൻ്റെ ഭർത്താവ് കുടിക്കുന്നത് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്കാണ്. അത് കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഈ വീട്ടിൽ വന്ന് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ടോ? അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പോലും അതിനൊക്കെ തക്കതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ചുമ്മാ ആരെയും പറ്റിച്ചും ചതിച്ചുമൊന്നും അല്ല അങ്ങേര് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ രേവതി പറയുമ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ കലി ഇളകി. ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, ഇടി, നീ ഇപ്പൊ പറഞ്ഞ് ആരോട് എന്താ പറയണ്ടേന്ന് ഒരു രൂപവും ഇല്ലാണ്ടായില്ലേ? ശ്രുതി നിന്റെ ആരാണെന്ന് അറിയോ? നിന്റെ ചേട്ടന്റെ ഭാര്യയാണ് ശ്രുതി. അവൾക്ക് അവളുടെ ആ ഒരു ബഹുമാനം കൊടുക്കണം. എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് സച്ചിയുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിലോ രേവതിക്ക് എതിരെയായിട്ടാണ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ചന്ദ്രയ്ക്ക് ശരിക്കും ദേഷ്യമുണ്ട്. ആ ദേഷ്യം മുഴുവനും ചന്ദ്രയുടെ സംസാരത്തിലൂടെ ചന്ദ്ര അങ്ങ് പറയുമ്പോഴത്തേക്കിനും സച്ചി കുടികാരനുമാണ്, റൗഡിയുമാണ്. എടി, ഇവൻ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും നിന്റെ ഈ സന്തോഷത്തിനൊന്നും വലിയ അതിരൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി പറയുമ്പോഴാണെങ്കിലോ, എൻ്റെ ഭർത്താവ് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ സഹിച്ചോളാം, അതിന് അമ്മ ഏറ്റുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഇവര് തങ്ങളി പോരു പിടിക്കാൻ തുടങ്ങി. അവസാനം നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ രേവതിയും നേർക്ക് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എന്ത് അധികാരമുണ്ട് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാനെന്നും പറഞ്ഞ് രേവതി ശ്രുതിക്ക് ചുട്ട മറുപടി കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവി അവിടെ ഇടപെടുകയാണ്. ഇത്രയും സമയവും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ മിണ്ടാതെ ഇവിടെ ഇരുന്നില്ലേ? ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് എൻ്റെ രണ്ട് മരുമക്കളും ഇവിടെ മിണ്ടാതെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ വിലയൊക്കെ അതിന് വേണ്ടുന്ന രീതിയിൽ മാന്യതയൊക്കെ കൽപ്പിച്ചുകൊണ്ട് രണ്ട് മരുമക്കളും മിണ്ടാതെ നിൽക്കുക. അപ്പൊ സച്ചി ആണെങ്കിലോ, സച്ചിക്ക് നല്ലതുപോലെ ചൊറിഞ്ഞിങ് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സുധിയെ പറയണം. പക്ഷേ സച്ചിയും നമ്മുടെ രവിയെ പേടിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഞാനേ എന്നെങ്കിലും എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ എന്നെങ്കിലും നിങ്ങൾ മൂന്ന് മക്കളും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ ഒരു ജീവിതം അത് കാണുമോന്ന് ചോദിക്കുകയാണ്. അപ്പൊ മൂന്ന് മക്കൾക്കും ഒരു മിണ്ടാട്ടോ ഇല്ല. അത് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഇവൻ അച്ഛനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞു. ദേ മതി, നിന്നോടും കൂടിയാ പറഞ്ഞത്, മിണ്ടാതിരിക്കാനെന്നും പറഞ്ഞിട്ട് രവി ആണെങ്കിൽ രവിയുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവനും മക്കളെ കുറിച്ചിട്ടുള്ള പുള്ളിക്കാരൻ്റെ ആശങ്കകൾ മുഴുവനും ഇങ്ങനെ പറയുക. ഞാനേ 40-40 കൊല്ലം KSRTC ഒക്കെ ബസ്സൊക്കെ ഓടിച്ച് വളരെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ വാർദ്ധക്യം വരുന്ന സമയത്തെങ്കിലും കുറച്ച് സമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ മൂന്ന് മക്കളും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? എന്താ ചെയ്യേണ്ടത്? ആയുസ് തീരാതെ എനിക്ക് മരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ രവി ഇത്തരത്തിലുള്ള ഡയലോഗൊക്കെ പറയുമ്പോൾ സച്ചി പറഞ്ഞു, അച്ഛൻ മരിക്കുന്ന കാര്യമൊന്നും പറയല്ലേ അച്ഛ, എന്നെ വെറുതെ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് അച്ഛൻ്റെ ആ ഒരു വാക്കുകൾ അതിന് വില കൊടുക്കുക. അപ്പൊ ചന്ദ്രമതി ആണെങ്കിലോ, കണ്ടില്ലേ, നിങ്ങൾ പറഞ്ഞത് മുഴുവനും കേട്ട് നിന്നിട്ടും സച്ചിക്ക് മാത്രം അവന്റെ നാക്ക് മാത്രം അടക്കി വെക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരുന്നത്? ഇവന് നിങ്ങളോട് തീരാത്ത സ്നേഹമാണെന്നോ? പക്ഷെ അതൊന്നും അല്ലാട്ടോ. ഇവന്റെ സ്വഭാവം ദേ മറ്റാരെക്കാട്ടിലും നന്നായിട്ട് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി നമ്മുടെ സച്ചിയെ കുറ്റം പറഞ്ഞു. രേവതി ആണെങ്കിലോ,
ചന്ദ്രയെ രൂക്ഷമായി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിക്കാണെങ്കിലും അവൾക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറയാനായിട്ട് ഒരു മടിയുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അവിടെ മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിൽക്കുക. അങ്ങനെ ചന്ദ്രയോട് രവി പറഞ്ഞു, ചന്ദ്രേ, നിന്റെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം അത് നീ അങ്ങ് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഇനി ഞാനാണോ ഈ വീട്ടിൽ താമസിക്കുന്നത്, നീയാണോ ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി ഒന്ന് ഒതുങ്ങി. ചന്ദ്ര പിന്നീട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അങ്ങനെ മരുമക്കളോട് പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചോണം, എല്ലാവരും അവരവരുടെ ജോലി പോയി നോക്കെന്നും പറഞ്ഞിട്ട് നമ്മുടെ രവി ദേഷ്യപ്പെട്ടപ്പം എല്ലാം പല വഴിക്ക് അങ്ങ് പിരിഞ്ഞുപോയി. പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രുതി അവിടെ അങ്ങനെ നിൽക്കുമ്പം ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദേ, അങ്ങേര് ഭയങ്കര ഒരു സ്വഭാവക്കാരനാ. അങ്ങേരുടെ സ്വഭാവമായിട്ട് എൻ്റെ പൊന്നു മോളെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതാണ്. നിനക്കറിയാലോ, സച്ചി വെള്ളം അടിച്ചു വന്ന് ഇതുപോലെയുള്ള വർത്തമാനമൊക്കെ പറയും. ഇങ്ങേര് വെള്ളം അടിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള വർത്തമാനമൊക്കെ പറയുമെന്നും പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ മോള് ഇതൊന്നും കേൾക്കുക വേണ്ട. രേവതിയെ കിട്ടി തോണ്ടാൻ കിട്ടുന്ന ഒരവസരം മോള് കളയരുതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പക്ഷേ ആ ദേഷ്യം മുഴുവനും പുള്ളിക്കാരുടെ മുഖത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രുതി നേരെ പാർലറിലേക്ക് പോവുക. അവിടെ ചെന്നതും കൂട്ടുകാരും മീരയൊക്കെ ആയിട്ട് സംസാരിച്ചു. എടി, ഒരു രക്ഷയില്ലടി, ആ വീട്ടിൽ പിടിച്ചു നിന്ന് പോകാൻ ഭയങ്കര പാടാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, അല്ല നീ എന്താ നിന്റെ പ്ലാന്? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ഹണിമൂണിനൊക്കെ ഒന്ന് പോവാൻ മേലെ എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കുക. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതി നേരത്തെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് കൊടുത്തിരുന്ന അവളുടെ ആ ഒരു പ്രിയപ്പെട്ട മേഡം ഉണ്ടല്ലോ, പുള്ളിക്കാരി അവിടെ വരികയാണ്. അപ്പം വന്നതും, ആ മേഡം നിങ്ങൾ എന്നാ നാട്ടിൽ വന്നതെന്നും ചോദിച്ച് ശ്രുതി വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അപ്പം മേഡം പറഞ്ഞു, ഞാൻ വന്നിട്ട് ഇപ്പം 1 വീക്ക് ആയതേ ഉള്ളൂ, എനിക്ക് ഒന്ന് എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അതുപോലെ ഒന്ന് ത്രെഡും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ആ ഒരു ചെയറിലിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഇവരുടെ പുരുകമൊക്കെ ത്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു, അല്ല ശ്രുതി ഇപ്പം എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ശ്രുതിക്ക് അത്യാവശ്യം നല്ല കഴിവുകളൊക്കെ ഉണ്ടെന്ന് അന്ന് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായതാന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു, പുള്ളി ഇപ്പോൾ ഉള്ളത് ഒരു കാർ കമ്പനിയിലാണ്, അവിടുത്തെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് ആശാൻ. പക്ഷേ ഈ മേഡത്തിൻ്റെ അടുത്ത് ഇതൊക്കെ പറയാനായിട്ട് നമ്മുടെ ശ്രുതിക്ക് ചെറിയൊരു മടിയുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതി പുറത്ത് വന്നു. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ മേഡത്തിന് ത്രെഡ് ചെയ്ത് കൊടുക്കുന്ന ശ്രുതിയെ കാണുക. പെട്ടെന്ന് തന്നെ, ഈശ്വര, ഇത് അവരാണല്ലോ, ഇനിയിപ്പം ഞാൻ എവിടെയാ ജോലി ചെയ്യുന്നത്? ആ കമ്പനിയിൽ നിന്ന് പോന്നിട്ട് ഞാൻ വെറുതെ നടക്കുവാണോ എന്നൊക്കെ ചോദിച്ചാലോ? അതുകൊണ്ട് ഇവർക്ക് മുഖം കൊടുക്കണ്ട. അതുമല്ല, ശ്രുതിയും ഇവരും തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി അവിടെ മാറി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഈ മേഡം പറഞ്ഞു, ദേ മോളെ ശ്രുതിയും ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഒരു ദിവസം ആൻഡമാനിലേക്ക് വാ, നിങ്ങളുടെ ഫുഡും അക്കോമഡേഷനും എല്ലാ ചെലവുകളും ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ ടിക്കറ്റിന്റെ ചെലവ് മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി ആണെങ്കിലോ, ഇല്ല മേഡം, അതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. ദേ മേഡത്തിന് അറിയാമല്ലോ, ഞാൻ ചുമ്മാ ഒരു ഫ്രീലാൻസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നതാ. അതിനുശേഷം ഇപ്പം ഈ പാർലർ ഇട്ട് ഒന്ന് പച്ച പിടിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇനി കുറച്ച് ദിവസം അവധി എടുക്കാനൊന്നും പറ്റത്തില്ല. അതുമല്ല, ശ്രുതിയും ജോലിക്ക് കയറിയിട്ട് അധികമായിട്ടില്ല എന്നൊക്കെ അവളിങ്ങനെ പറയുക. അപ്പം ഈ സമയം നമ്മുടെ മീര പറഞ്ഞു, എടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ എടി, നിനക്ക് പോവാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും, ഏയ് അത് ശരിയാവില്ല. അതേ ശ്രുതി, ശരിയാവില്ലെന്നൊന്നും പറയണ്ട, ശ്രുതി ഹസ്ബൻഡിനോട് കൂടി ആലോചിച്ചിട്ട് എന്നെ വിവരം അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ആ മേഡത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ക്യാഷും ഒക്കെ കൊടുത്ത് പുള്ളിക്കാരി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ മീര പറഞ്ഞു, എടി ആ മേഡം പറഞ്ഞത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാനും പറ്റും, നീ നിന്റെ കെട്ടിയോനെ വിളിച്ചിട്ട് എടി ഹണിമൂണിന് പോടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കിനും ആണെങ്കിലോ നമ്മുടെ ശ്രുതി പെട്ടെന്ന് അവതരിച്ചതുപോലെ അവിടെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആ ഇതെപ്പോ വന്നു എന്ന് ചോദിക്കുമ്പം, നിന്റെ കൂട്ടുകാരി എൻ്റെ കുറ്റം പറയുന്ന സമയത്തെ ഞാനവിടെ വന്നു. അല്ല, നീ ആ മേഡത്തിനോട് എന്താ നോ പറഞ്ഞത്?
നമുക്ക് പോവാന്നേ, നമുക്ക് ഹണിമൂണിന് ആൻഡമാനിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ശ്രുതിക്കാണെങ്കിലോ വലിയ സന്തോഷമായി. അങ്ങനെ കൂട്ടുകാരി പറഞ്ഞു, എന്നാപ്പം നിങ്ങൾ ഇങ്ങനെ നിന്ന് സന്തോഷിച്ചോ, എത്രയും പെട്ടെന്ന് പോവാനുള്ള കാര്യങ്ങളും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ റെഡിയാക്കിക്കോളാനൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇവരെ യാത്രയാക്കാം, ഇപ്പം തന്നെ പോവുകയാണെങ്കിൽ അത്രയും നല്ലതെന്നും പറഞ്ഞ് ആ മീര ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ